ഒരു ബിസിനസ് എപ്പോഴാണ് നിർത്തേണ്ടത്? ബിസിനസ് തുടങ്ങാൻ പറഞ്ഞുതരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ബിസിനസ് നിർത്തേണ്ടത് എപ്പോഴാണെന്ന് ആരും പറഞ്ഞുതരാൻ ആരുമില്ല. ഒരു ബിസിനസ് നമ്മളെ തിരിച്ച് വിഴുങ്ങാൻ നോക്കുമ്പോൾ നമ്മളെ നിർത്തേണ്ട സമയമായി എന്നുള്ള സൂചന നൽകുന്നു. ഉദാഹരണമായി ചിലപ്പോൾ അത് ലോസ് മേക്കിംഗ് കമ്പനിയായിട്ട് മാറാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ ചിന്തിക്കുക, നമ്മൾ ഒരുപാട് കോടികൾ മുടക്കിയ ബിസിനസ്സാണ്, ഇത് നിർത്തിയാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും, ആ മുതൽ മുടക്കിയത് മുഴുവൻ നഷ്ടപ്പെടും, നാട്ടുകാരെന്താ പറയുക, വീട്ടുകാരെന്താ പറയുക, ഇതൊക്കെ ഓർത്തിട്ട് നമ്മൾ ഇതിനെ തള്ളി മുമ്പോട്ട് പോകും. പക്ഷേ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുക, നമുക്ക് ഡെയിലി 10,000 ലക്ഷങ്ങളും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കും. അതുമാത്രമല്ല നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ കൊണ്ട് അവസാനിക്കുക. ഒരു കാലത്ത് ഇത് വൻ പ്രോഫിറ്റിൽ പോയ ബിസിനസ്സായിരിക്കും. എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങൾ നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറ് ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അത് ലോസ് മേക്കിംഗ് കമ്പനി. പക്ഷേ ഞാൻ അന്നേരം ഒരു തീരുമാനം എടുത്തു, അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിൻ്റെ ലൊക്കേഷൻ ഒരു പ്രശ്നമായിട്ട് മാറി. അപ്പോൾ വേറൊരു ലൊക്കേഷനിൽ അത് ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ റീബിൽഡ് ചെയ്തപ്പോൾ നല്ലൊരു വിജയമായിട്ട് അത് മാറി. നമ്മുടെ തിരിച്ചു വിഴുങ്ങാൻ നോക്കുമ്പോൾ നമ്മൾ ബിസിനസ് നിർത്തുക, അതിൽ പുതിയ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് അതിനെ പുതിയ രീതിയിൽ നമ്മൾ പുതിയ ലൊക്കേഷനിലോ വേറൊരു രീതിയിലോ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക.